ഹലോ, എന്തെല്ലാ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യണത്. അതും ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോയിലൊരു എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ടൈം ആയ കാരണം ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു 8:45 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഞാൻ ആദ്യം പോയത് എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഹെയർ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോയത് കേട്ടോ. ആദ്യം മുഖമൊന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ ബ്രഷ് ചെയ്തു. അങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ മുഖമൊന്ന് ഞാനൊരു ഫേസ് വാഷ് കൊണ്ട് നന്നായി ക്ലൻസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് ഒരു ഫസ്റ്റ് എഴുന്നേറ്റ് ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഇന്ന വെള്ളമൊന്നുമില്ല, ചിലപ്പോൾ തണുത്തവെള്ളം കുടിക്കും, പച്ചവെള്ളം കുടിക്കും, ചൂടുവെള്ളം കുടിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പച്ചവെള്ളമാണ് എടുത്ത് കുടിച്ചത്. അപ്പോൾ ഞാൻ അമ്മോട് ചോദിച്ചപ്പോൾ ഇന്ന് വെള്ളയപ്പം ഞാൻ ആദ്യം വിചാരിച്ചില്ല ചിക്കൻ കറിയാണ് മട്ടൻ കറിയാണ്. ഇന്നലെ മട്ടനായി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെയാണ് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇന്ന് സാമ്പാറും വെള്ളയപ്പാണ്. എനിക്ക് ആ കോമ്പിനേഷൻ തീരെ ഇഷ്ടമല്ല. എന്നാലും അത് കാരണം അപ്പോൾ ഒരു പേരിനെ ഞാനൊരു വെള്ളയപ്പം കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മ ബീഫ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അമ്മ ഉണ്ടാക്കാം, അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ചുവന്നുള്ളി, തക്കാളി, സവാള ഒക്കെ, ഇഞ്ചി, പച്ചമുളക് എടുത്ത് വെച്ച്, പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. അതൊക്കെ എന്താ പറയുക അരിയാൻ വേണ്ടി വെച്ച്. അപ്പം ഞാൻ ഈ സവാള അരിയുമ്പോൾ തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ അരിയുക. അപ്പോൾ ഒരു കണ്ണിരിച്ചലിന് കുറവുണ്ടാവും എന്നൊക്കെയാണ് യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കാണും. ഞാനിത് കാണാറ്. തീരെ ഇഷ്ടമല്ല സവാള അരിയുന്നത്. ഈ കണ്ണ് കെടുന്നു ഇങ്ങനെ കരിയും. അപ്പം അത് ഞാൻ വെള്ളത്തിലിടുമ്പോൾ അത്ര കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനതൊക്കെ അരിഞ്ഞിട്ട് വരാം. അങ്ങനെ അതൊക്കെ അരിഞ്ഞു. പിന്നെ ഞാൻ ഈ ബീഫ് നന്നായി കഴുകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 4-5 വട്ടം ഞാൻ നന്നായി കഴുകി. ആ കഴുകണ വീഡിയോ ആണിത്. അങ്ങനെ കഴുകി ഫ്രഷാക്കി ഞാൻ അതവിടെ വെച്ചു കേട്ടോ. വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ നന്നാക്കിയതൊക്കെ കട്ട് ചെയ്തതൊക്കെ ഞങ്ങൾക്ക് കാണിച്ച് തരികയാണ്. അത് കാണിച്ചു തന്നത്. പിന്നെ ഞാൻ വേഗം പോയത് ഉമ്മാർ അടിച്ചു വരാൻ വേണ്ടിയിട്ട് സിറ്റ് ഔട്ട് അടിച്ചു വരാൻ വേണ്ടി പോയി. സിറ്റ് ഔട്ട് അടിച്ചു കഴിഞ്ഞു. പിന്നെ എൻ്റെ റൂമിൽ പോയപ്പം ബെഡ്ഷീറ്റുകൾ ഉണ്ടായിരുന്നു മടക്കാൻ. അപ്പോൾ ബെഡ്ഷീറ്റുകൾ മടക്കിയിട്ട് പിന്നെ നേരെ പോയിട്ട് കുളിക്കാനായിരുന്നു. കാരണം വെച്ചാൽ ഈ ബീഫൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ആകെ മുഷിഞ്ഞ്. അപ്പം ഞാൻ വേഗം പോയിട്ട് എന്താ പറയുക കുളിക്കാൻ വേണ്ടി കയറി. പണികൾ കഴിഞ്ഞിട്ട് വേണം പിന്നെ ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോകും. ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ പെഞ്ഞാമുക്കിക്ക് പോകും, എൻ്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഒരു വൈകുന്നേരമൊക്കെ ബാറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇത്ര ദിവസം നമ്മുടെ കൂടെ നിന്നിട്ട് ഒരാഴ്ച നിൽക്കണത്. അപ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ ഒരു ഒരു വിഷമൊക്കെ ഉണ്ട്. ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വിശന്നു. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല. അമ്മ പറഞ്ഞു പേരക്ക ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പേരക്ക കട്ടിയിട്ട് അപ്പം ഞാൻ അതിലേക്ക് ഒഴിച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ്, അതുപോലെ കുറച്ച് സ്വർക്ക, വിനാഗിരി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തു. തോനെ മുളകും പൊടി ഇട്ടില്ല. അപ്പം പേരിനെ കുറച്ചൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്ന് വേറെന്താ പണി, വേറൊരു പണിയില്ല. പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു നോക്കണം. അപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല. പക്ഷേ മുളകും പൊടി തീരില്ല കേട്ടോ. കുറച്ചൊരു പേരിനാണ് ഇട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞു ബീഫ് സെറ്റ് ആയിട്ടുള്ളത്. ഇന്നലെ പോർക്ക് ഞാൻ കഴിക്കില്ല, മട്ടനായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ മട്ടൻ അടിപൊളിയായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ മട്ടൻ ബീഫ് അങ്ങനത്തെ പോർക്ക് ഞാൻ കഴിക്കില്ല. അപ്പം മുട്ട അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മ ബീഫ് വെച്ച്, അപ്പോൾ അമ്മ പറഞ്ഞു ബീഫ് ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ ഒരു ചെറിയൊരു പാത്രത്തിൽ എനിക്ക് തന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആരെയൊന്നും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചോറ് ഞാൻ പോയിട്ടാ. അപ്പോൾ സാമ്പാറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഒന്നും വേണ്ട. ചോറും ബീഫ്, അതും ബീഫ് ഇങ്ങനെ വരട്ടിയതാണ്. ഇനി റോസ്റ്റ് പോലെ നല്ല റോസ്റ്റ് ആക്കിയില്ല, കുറച്ച് ഒരിത്തിരി വെള്ളം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് തൃശ്ശൂർക്ക് പോയി. തൃശ്ശൂരിൽ നിന്ന് പിന്നെ നേരെ ഞങ്ങൾ കുന്നംകുളത്തേക്കുള്ള ബസ്സിനെ കയറിയിട്ട് പിന്നെ നേരെ ഞങ്ങൾ കുന്നംകുളം സ്റ്റാൻഡിൽ വന്നിറങ്ങി. പിന്നെ അങ്ങനെ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.